Hi guys, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി ചില്ലി ബീഫാണ്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കിനി ചില്ലി ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ബീഫാട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതല്ലാതെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് വേവാനുള്ള ടൈം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരോ കുക്കറിനനുസരിച്ചിട്ട് ടൈം മാറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബീഫ് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടി. ഇനി നമുക്ക് ചില്ലി ബീഫ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി സവാള ചേർത്ത് കൊടുക്കുക. 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സവാള ഒത്തിരി ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതല്ലാതെ നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണക്ക് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ 1 ടീസ്പൂൺ ഹോട്ട് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതല്ലാതെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബീഫിലുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് ബീഫ് മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ബീഫ് വേവിക്കുമ്പോൾ ഉണ്ടായ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ള പരിപാടി. ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്